വെൽക്കം ടു സ്റ്റുഡന്റ് സ്റ്റഡീസ് ട്രെൻഡിങ് ഓൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡെറിവേഷൻ ആണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് കടക്കാം. അപ്പൊ നമ്മൾ ഡെറിവേഷൻ പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഡയഗ്രാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ AB എന്ന് പറയുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ. സോ നമുക്ക് അറിയാം ഇലക്ട്രിക് ഡൈപോളിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2a. സോ ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് 2a. അതുപോലെ തന്നെ ഈ ഡൈപോളിന്റെ സെന്റർ നമ്മൾ O എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പോയിന്റ് ഈ ഡൈപോൾ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ എവിടെ കണ്ടുപിടിക്കുന്നത്? ഇക്വറ്റോറിയൽ ലൈനിലാണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. P എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഡൈപോളിന്റെ വെർട്ടിക്കൽ പോയിന്റ് ആണ് നമ്മൾ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത്. സോ ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ P എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. സോ Pയും ഈ ഡൈപോളിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? D എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഈ ഡൈപോളും അതുപോലെ തന്നെ P എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് പിയിൽ ഉണ്ടാവുന്ന ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. നമുക്കറിയാം എന്താണ് -q മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിന്റെയും +q മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിന്റെയും സം ആയിരിക്കില്ലേ ഓവറോൾ ആയിട്ട് പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി? സോ നമുക്ക് എങ്ങനെ എഴുതാം? സോ നമ്മൾ +q മൂലം ഉണ്ടാവുന്നതിന് E1ഉം -q മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? E2 എന്നും ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് എഴുതാം? ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി E ഈക്വൽ ടു അറ്റ് P. ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P E ഈക്വൽ ടു എങ്ങനെ എഴുതാം? E1 + E2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിൽ E1 എന്ന് വെച്ചാൽ +q മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിയും E2 എന്ന് വെച്ചാൽ -q മൂലം P യിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിയുമാണ്. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്? AC യും BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം. കാരണം നമുക്ക് ഈ -qഉം C എന്നുള്ള ഡിസ്റ്റൻസ് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം AC ഈക്വൽ ടു BC ഈക്വൽ ടു, കാരണം ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം അല്ലേ? എയും സിയും ഈക്വൽ ആണ്. എയും സിയും ബിയും സിയും ഈക്വൽ അല്ലേ? കാരണം സെയിം ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന ചാർജും P എന്ന് പറയുന്ന പോയിന്റും ഉള്ളത്. സോ AC ഈക്വൽ ടു BC. സോ അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം നമുക്ക് അറിയാം എന്താണ്? AC ഒരു ഹൈപ്പോടെന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമുക്കറിയാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? A സ്ക്വയർ പ്ലസ് D സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. നമുക്കറിയാം ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് D സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഹൈപ്പോടെന്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും? √ഓഫ് വരും. റൂട്ടിന് പകരമാണ് നമ്മൾ എന്ത് എഴുതുന്നത്? 1/2 എന്ന് എഴുതുന്നത്. ക്ലിയർ? ഇതുവരെയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റീസ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് E1, അതായത് +q മൂലമുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ അറിയാം 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇവിടെ R എന്താണ്? ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ R. സോ അതിന്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് വരും? A സ്ക്വയർ പ്ലസ് D സ്ക്വയർ എന്ന് വരും. കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 1/2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകും. സോ A സ്ക്വയർ പ്ലസ് D സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ പറയുന്ന എയിൽ നിന്ന്, അതായത് E2 ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് -q മൂലം സിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? E2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ E2 ഈക്വൽ ടു 1/4πε0 -q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ എന്ത് വരും? A സ്ക്വയർ പ്ലസ് D സ്ക്വയർ എന്ന് തന്നെ വരും. ഇത് ഇക്വേഷൻ 2 ആണ്. പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും എന്താണ്? സെയിം തന്നെയാണ്. അതായത് -qഉം +qഉം P എന്നുള്ള ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. സോ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ഇവിടെ ചാർജിന്റെ സൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് E1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അതായത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സൈൻ നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നാൽ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതുവരെയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ റിസോൾവ് ചെയ്യാണ്. ഈ ഒരു ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യാണ്. എങ്ങനെയാണ്? E1 E2 ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ്. ഈ ഒരു E1 എന്ന് പറയുന്ന ലൈനാണ് നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. E2 എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ആംഗിൾ ആണ് θ. നമ്മൾ ഈ E1നെയും E2നെയും രണ്ടായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാണ്. ഒന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും. നമുക്കറിയാം എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടാണ് സൈൻ തീറ്റ എടുത്തിരിക്കുന്നത്. സോ E1 സൈൻ തീറ്റ, ഇത് E2 സൈൻ തീറ്റ. ഇവിടെ എടുത്തിരിക്കുന്നത് കോസ് തീറ്റ. ഇത് E1 കോസ് തീറ്റ, ഇത് E2 കോസ് തീറ്റ. അപ്പൊ നമുക്കറിയാം E1ഉം E2ഉം സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ? സോ സൈൻ തീറ്റ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി കാരണം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഏത് മാത്രമേ ഉള്ളൂ?
കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ എന്ന് എഴുതാം. E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ എന്ന് എഴുതാം. ഇതുവരെയും ക്ലിയർ അല്ലേ? കാരണം ഇത് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ് E1 ഉം E2. നമ്മളിവിടെ പഠിച്ചു E1 ഉം E2 സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, കാരണം സെയിം ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, സെയിം ചാർജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ E1 ഉം E2 ഉം ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് കാരണമാണ് E1 ഉം E2 ഉം ക്യാൻസൽ ചെയ്തത്. സോ ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈക്വൽ ടു E1 കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റ. നമുക്കറിയാം E1 ഉം E2 ഉം സെയിം അല്ലേ? സോ അതിന് പകരം E1 ഉം E2 ന് പകരം ഞാൻ E1 എന്ന് തന്നെ കൊടുക്കുകയാണ്. E1 നും E2 നും E1 എന്ന് തന്നെ കൊടുക്കുകയാണ്. സോ എന്ത് വരും? 2E1 കോസ് തീറ്റ എന്ന് വരും. 2E1 കോസ് തീറ്റ. ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ത് വരും? 2E1 കോസ് തീറ്റ എന്ന് വരും. നമ്മുടെ ഇവിടെയുള്ള ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി എന്ന് പറയുന്നത് 2E1 കോസ് തീറ്റ ആണ്. നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ഇതിൽ അറിയാത്തൊരു പാരാമീറ്റർ E1 നമുക്ക് അറിയാം. അപ്പൊ അറിയാത്തൊരു ടേം എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ. അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗ്രാം, ഇതാണ് തീറ്റ. അപ്പൊ കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ട്രിഗ്നോമെട്രി കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇവിടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ ആണ്. ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം. സോ എന്ത് വരും? എ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് d സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2 ആണ് നമ്മുടെ കോസ് തീറ്റ എന്ന് പറയാം. പിന്നെ E1 ഉം കോസ് തീറ്റ പറഞ്ഞാൽ നമുക്ക് ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാമല്ലോ. സോ E ഈക്വൽ ടു എന്ത് വരും? 2 into 1/4πε0 q divided by a square plus d square into a divided by a square പ്ലസ് ഡി സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2. ഇതാണ് നമ്മുടെ ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും കൂടി മാറിപ്പോകരുത്. കാരണം ഇവിടെ കണ്ടുപിടിച്ചത് ഹൈപ്പോട്ടിന്യൂസ് ആണ്, ഇവിടെ വരുന്നത് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആണ്. സോ ഇവിടെ പവറിൽ 1/2 ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാണ്. സോ E ഈക്വൽ ടു നമുക്കറിയാം a സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഹോൾ പവർ ഓഫ് 1/2 എന്താണ്? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ പവർ 1 ആണ്, ഇവിടെ പവർ 1/2 ആണ്. സോ നമുക്ക് ഓവറോൾ ആയിട്ട് ആഡ് ചെയ്യാം. സോ 2 into 1 divided by 4πε0 q divided by a square plus d square whole power of 3/2. ഈ 3/2 എങ്ങനെ കിട്ടിയത്? 1 plus 1/2 equal to 3/2. നമുക്ക് അറിയാവുന്ന വേറൊരു ടേം എന്താണ്? ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കറിയാം P equal to 2AQ എന്ന് അറിയാലോ. P എന്ന് വെച്ചാൽ എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. P is the dipole moment. It is the product of the distance and the product of the charge എന്നാണ് പറയാം. സോ P equal to 2AQ എന്നാണ് നമുക്കറിയാം. ഇവിടെ നമുക്ക് എല്ലാം ഉണ്ടല്ലോ. 2 ഉണ്ട്, Q ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്. സോറി, A ഞാൻ സ്കിപ്പ് ചെയ്തു. ഈ ഒരു A കൂടി ഉണ്ട്. അപ്പൊ 2AQ. അപ്പൊ 2AQ എന്താണ്? P ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ E ഈക്വൽ ടു 1/4πε0 P ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് d സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഈ ഒരു ഇക്വേഷൻ വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം. അതായത് A എന്ന് പറയുന്നത് D നെക്കാട്ടും വളരെ വളരെ ചെറുതാണ്. A ഈസ് വെരി മച്ച് ലെസർ ദാൻ വെൻ കമ്പയർഡ് ടു D എന്ന് പറയുന്നത്. കാരണം D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡൈപോളും P എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ഈ ഡൈപോളിന്റെ പകുതി ഡിസ്റ്റൻസ് ആണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനമാണ്. അപ്പൊ അതിന്റെ പകുതി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനെക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ എനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ എനെ നെഗ്ലക്ട് ചെയ്ത് എന്ത് വരും? E ഈക്വൽ ടു 1/4πε0 P divided by d cube whole power of 3/2 എന്ന് വരും. P divided by d square whole power of 3/2 എന്ന് വരും. ക്ലിയർ അല്ലേ ഇതുവരെ? ഇനി നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാലോ. സോ നമുക്ക് എന്ത് വരും? ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് E ഈക്വൽ ടു 1/4πε0 P divided by d cube എന്ന് വരും. ഇതാണ് നമ്മുടെ ഓവറോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ ഇക്വറ്റോറിയൽ ഓഫ് ആൻ പോയിന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ഇത് റിസോൾവ് ചെയ്യുന്നതും ഇതിന് തീറ്റയ്ക്ക് നമ്മൾ കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ബാക്കിയെല്ലാം ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡൈപോൾ മൊമെന്റ് P എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ ഈ പവേഴ്സ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താലാണ് ഈ 3/2 വരിക എന്ന് അറിയണം. ക്ലിയർ? ഇവിടെ A നെഗ്ലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ A വളരെ വളരെ ചെറുതാണ് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? D നെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം.